ടോക്ക് മാസ്റ്ററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിപ്പോസിഷൻ എഗെയിൻസ്റ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇൻ ദിസ് ക്ലാസ് അനദർ പ്രിപ്പോസിഷൻ നൗ വി ആർ ഗോയിങ് ടു ലേൺ ഈസ് ദാറ്റ് വിത്ത്. ഒമ്പതാമത്തെ പ്രിപ്പോസിഷൻസ് വിത്ത് എന്ന പ്രിപ്പോസിഷനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തിന് ആക്ച്വലി രണ്ട് മീനിങ് ഉണ്ട്. ഒന്നാമത്തത് കൂടെ എന്നാണ്. സോ വിത്തിൻ്റെ മീനിങ് കൂടെ. വിത്ത് ഫ്രണ്ട്സ്, കൂട്ടുകാരുടെ കൂടെ. വിത്ത് പാരൻസ്, രക്ഷിതാക്കളുടെ കൂടെ. വിത്ത് മീ, എൻ്റെ കൂടെ. വിത്ത് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയുടെ കൂടെ. വിത്ത് രാധിക, രാധികയുടെ കൂടെ. ഇനി ഒരാളുടെ കൂടെ എന്ന് നമുക്ക് പറയണമെങ്കിൽ വിത്ത് പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ഇതേപോലെ 5 ഉദാഹരണങ്ങൾ എഴുതുക. അതിനുശേഷം രണ്ടാമത്തേത് പ്രിപ്പോസിഷൻ, രണ്ടാമത്തെ മീനിങ്, വിത്തിൻ്റെ രണ്ടാമത്തെ മീനിങ് ആയി വരുന്നത് കൊണ്ട് എന്നാണ്. ചില സാധനങ്ങൾ നമ്മൾ കൊണ്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. വിത്ത് നൈഫ്, കത്തി കൊണ്ട്. അപ്പോൾ നീ എന്താ ഈ വെജിറ്റബിൾ മുറിച്ചത്? ഞാൻ കത്തി കൊണ്ട്. വിത്ത് പെൻ, പേന കൊണ്ട്. ഞാൻ പേന കൊണ്ടാണ് എഴുതുന്നത്. വിത്ത് അവർ ഐസ്, ഞങ്ങളുടെ കണ്ണുകൊണ്ട്. അപ്പം ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. വിത്ത് എ കീ, നീ എന്താ ഈ ലോക്ക് എങ്ങനെയാണ് തുറന്നത്? ഇറ്റ്സ് വിത്ത് എ കീ, ഒരു ചാവി കൊണ്ട്. വിത്ത് ഹാമർ, ഹാമർ കൊണ്ട്. ഇങ്ങനെ രണ്ട് മീനിങ് ആണ് ആക്ച്വലി വിത്തിനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കൂടെ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് കൊണ്ട്. Now we are going to the next very important prepositions, that is between. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇടയിൽ എന്ന വാക്കാണ് ബിറ്റ്വീൻ അർത്ഥം. ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇടയിൽ എന്ന വാക്കിന് 3 പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ബിറ്റ്വീൻ, രണ്ടാമത്തേത് എമങ്, മൂന്നാമത്തേത് ഡ്യൂറിങ്. ഇത് മൂന്നിൻ്റെയും ഉദാഹരണം, ഇത് മൂന്നിൻ്റെയും അർത്ഥം ഇടയിൽ എന്നാണ്. ബട്ട് ദർ ഈസ് സം ഡിഫറൻസ് ഇൻ ദ യൂസേജ്. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് വ്യക്തമായി നോക്കാം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്, ബിറ്റ്വീനിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് രണ്ട് വസ്തുക്കൾക്കിടയിൽ ആണെങ്കിലാണ് ആക്ച്വലി ബിറ്റ്വീൻ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് സ്കൂൾ, സ്കൂളിൻ്റെയും ബാങ്കിൻ്റെയും ഇടയിൽ. അപ്പോൾ ഇവിടെ ആക്ച്വലി രണ്ട് വസ്തുക്കളുണ്ട്. രണ്ട് വസ്തുക്കളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാജു ആൻഡ് രാമു. ഇവിടെ നമ്മൾ രണ്ട് വസ്തുക്കളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാജു ആൻഡ് രാമു അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ എന്നതിനെ സൂചിപ്പിക്കുന്നത് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് ആക്ച്വലി ബിറ്റ്വീൻ. ബിറ്റ്വീൻ 2 ബോക്സസ്, രണ്ട് ബോക്സുകൾക്കിടയിൽ. ബിറ്റ്വീൻ ദ ഡെസ്ക് ആൻഡ് ദ വാൾ, ഡെസ്കിൻ്റെയും വാളിൻ്റെയും ഇടയിൽ. ബിറ്റ്വീൻ 10 AM ആൻഡ് 11 AM, 10 മണിയുടെയും 11 മണിയുടെയും ഇടയിൽ. അപ്പോൾ ഇങ്ങനെ ഇടയിൽ, രണ്ട് വസ്തുക്കൾക്കിടയിൽ എന്ന് സൂചിപ്പിക്കാൻ വി ക്യാൻ ചൂസ് ദ പ്രിപ്പോസിഷൻ ബിറ്റ്വീൻ. ബട്ട് വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബിറ്റ്വീൻ ആൻഡ് എമങ്? എമങ്ങിൻ്റെയും ബിറ്റ്വീൻ്റെയും ഇടയിലുള്ള വ്യത്യാസം. രണ്ട് വസ്തുക്കളാണെങ്കിൽ നമ്മൾ ബിറ്റ്വീനാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതേസമയം ഒരു കൂട്ടം ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് എമങ്. ഓക്കെ, ദെൻ എമങ് ഫ്രണ്ട്സ്, കൂട്ടുകാർക്കിടയിൽ. എമങ് ബുക്സ്, പുസ്തകങ്ങൾക്കിടയിൽ. എമങ് ടീം മെമ്പേഴ്സ്, ടീം അംഗങ്ങൾക്കിടയിൽ. എമങ് ഡോക്ടേഴ്സ്, ഡോക്ടർമാർക്കിടയിൽ. എമങ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്കിടയിൽ. എമങ് സ്റ്റാഫുകൾക്കിടയിൽ. ഇങ്ങനെ നമുക്കൊരു കൂട്ടം ആളുകളുടെ ഇടയിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ പ്രിപ്പോസിഷൻ ദാറ്റ് വി ക്യാൻ യൂസ് എമങ്. ഇടയിൽ എന്ന വാക്കിനർത്ഥം വരുന്ന മൂന്നാമത്തെ പ്രിപ്പോസിഷനാണ് ഇറ്റ് ഈസ് ഡ്യൂറിങ്. ഈ ഡ്യൂറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ ഉപയോഗിക്കാം, കൂട്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂറിങ് ഉപയോഗിക്കാം. എന്നാൽ വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എമങ് ആൻഡ് ഡ്യൂറിങ്? എമങ്ങിൻ്റെയും ഡ്യൂറിങ്ങിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ പ്രവൃത്തി, അതല്ലെങ്കിൽ കാലം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമിൻ്റെ ഇടയിൽ,
അവിടെ ഒന്നോ രണ്ടോ ഒന്നിൽ കൂടുതലോ കൂട്ടങ്ങളൊന്നുമില്ല. എക്സാമിൻ്റെ ഇടയിൽ, ക്യാമ്പിൻ്റെ ഇടയിൽ, ഒരു പ്രവൃത്തിയാണ്. അതേപോലെ തന്നെ വെക്കേഷൻ ഇടയിൽ, അതൊരു സമയവും സന്ദർഭവുമാണ്. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അവിടെ ഉപയോഗിക്കുന്നതാണ് ശരിക്കും ആക്ച്വലി ഡ്യൂറിങ്. യാത്രക്കിടയിൽ അതൊരു പ്രവൃത്തിയാണ്, ആ ഒരു ആക്ടിവിറ്റീസ്, ആ യാത്രക്കിടയിൽ നമ്മൾ ഡ്യൂറിങ് ജേണിയാണ്. ഡ്യൂറിങ് വെക്കേഷൻ്റെ ഇടയിൽ, ഡ്യൂറിങ് വിൻ്റർ സീസണിനിടയിൽ, ഡ്യൂറിങ് ഇൻ്റർവ്യൂവിനിടയിൽ. അപ്പോൾ ഇൻ്റർവ്യൂവിനിടയിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. സോ ഡ്യൂറിങ് ഇൻ്റർവ്യൂ, ഡ്യൂറിങ് മീൽ, ഭക്ഷണത്തിനിടയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ സമയം, സന്ദർഭം, അവിടെയാണ് ആക്ച്വലി നമ്മൾ ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ദ 3 types of the preposition for the same meaning ഇടയിൽ. ഒന്ന് between, and another one among, and another one during. The difference between among these 3 words preposition is that between എന്നത് രണ്ട് വസ്തുക്കൾക്കിടയിൽ, among എന്നത് ഒരു കൂട്ടം ആളുകൾക്കിടയിൽ, during ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സമയം എന്നിവയ്ക്കിടയിൽ എന്നതാണ് ആക്ച്വലി ഈ പ്രിപ്പോസിഷൻ്റെ മീനിങ്സ് വരുന്നത്. Then we can just move into the next one, that is behind. ഒരു വസ്തുവിൻ്റെ പിറകിൽ എന്നതിന് നമുക്ക് ബിഹൈൻഡ് ഉപയോഗിക്കുന്നതാണ്. ബിഹൈൻഡ് ടെമ്പിൾ, ക്ഷേത്രത്തിൻ്റെ പിറകിൽ. ബിഹൈൻഡ് കർട്ടൻ്റെ പിന്നിൽ. ബിഹൈൻഡ് യു, നിന്റെ പിന്നിൽ. ബിഹൈൻഡ് ഹിസ് മദർ, അവൻ്റെ അമ്മയുടെ പിറകിൽ. ബിഹൈൻഡ് ഹിൽസ്, കുന്നുകൾക്കിടയിൽ, പർവ്വതങ്ങൾക്കിടയിൽ. രാജുവിൻ്റെ പിന്നിൽ, മാർക്കറ്റിൻ്റെ പിന്നിൽ. ഇങ്ങനെയൊക്കെ പിറകിൽ എന്ന അർത്ഥത്തിന്, സ്കൂളിൻ്റെ പിറകിൽ, ഇങ്ങനെ പിറകിൽ എന്നതിൻ്റെ അർത്ഥത്തിന് വി ക്യാൻ യൂസ് ദ പ്രിപ്പോസിഷൻ ഈസ് ദാൻ, ബിഹൈൻഡ്. ഇവിടെ നിങ്ങൾ അതേപോലെ നേരത്തെ എഴുതിയതുപോലെ 5 എക്സാമ്പിൾസ് യു ക്യാൻ റൈറ്റ്. സോ നമ്മളിനി നെക്സ്റ്റ് വൺ, ഇറ്റ്സ് വെരി സിമ്പിൾ ദാറ്റ് ആഫ്റ്റർ, ശേഷം എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഫ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. ആഫ്റ്റർ ലഞ്ച്, ഉച്ചഭക്ഷണത്തിന് ശേഷം. ആഫ്റ്റർ 5 years, 5 വർഷങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ പ്രോഗ്രാമിന് ശേഷം. ആഫ്റ്റർ കുക്കിങ്ങിന് ശേഷം. ആഫ്റ്റർ മൂവി, സിനിമയ്ക്ക് ശേഷം. ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് എന്നൊക്കെ ശേഷം എന്നതിന് നമുക്ക് ഇത്ര സമയത്തിന് ശേഷം എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ദ പ്രിപ്പോസിഷൻ ആഫ്റ്റർ. ഇതേപോലെ 5 എക്സാമ്പിൾ യു ക്യാൻ റൈറ്റ്. അതിന് നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ബിഫോർ. ബിഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ ഉപയോഗിച്ചതല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ലഞ്ച്, ലഞ്ചിന് ശേഷം. ദെൻ ബിഫോർ ലഞ്ച്, ലഞ്ചിന് മുമ്പ്. സോ വി ഹാവ് ദ ഗുഡ് എക്സാമ്പിൾസ്. ബിഫോർ റെയിൻ, മഴക്ക് മുമ്പ്. സോ ഇവിടെ റെയിൻ, ബിഫോർ റെയിൻ മീൻസ് മുമ്പ്. ബിഫോർ സൺസെറ്റ്, സൂര്യാസ്തമയത്തിന് മുമ്പ്. ബിഫോർ ക്രിസ്മസിന് മുമ്പ്. ബിഫോർ ഫെബ്രുവരിക്ക് മുമ്പ്. ബിഫോർ നൂൺ, ഉച്ചയ്ക്ക് മുമ്പ്. ഇങ്ങനെ ഒരു വസ്തുവിന് ഒരു പ്രവൃത്തിക്ക് മുമ്പ് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് ശേഷം എന്ന് പറയാൻ we can use the same preposition after and before. So the next one we can discuss is that near. അടുത്ത്, ഒരു വസ്തുവിൻ്റെ അടുത്ത് എന്ന് പറയുന്നതാണ് ആക്ച്വലി നിയർ. നിയർ ഫയർ, തീയുടെ അടുത്ത്. ദ നിയർ ചർച്ചിൻ്റെ അടുത്ത്. നിയർ വിൻഡോ, ജനലിൻ്റെ അടുത്ത്. അപ്പം എൻ്റെ പുസ്തകം കൂടെ ഇറ്റ്സ് നിയർ വിൻഡോ, ജനലിൻ്റെ അടുത്ത്. നിൻ്റെ വീട് എവിടെയാണ്? നിയർ ബസ് സ്റ്റാൻഡ്, ഇറ്റ് ഈസ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. നിയർ ഓഫീസിൻ്റെ അടുത്ത്. അങ്ങനെ ഇങ്ങനെ അടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രിപ്പോസിഷൻ ഈസ് ദാൻ, ഇറ്റ് ഈസ് നിയർ. വി ക്യാൻ ആൾസോ, ഇൻ ദിസ് ചാപ്റ്ററിൽ നമ്മൾ ജസ്റ്റ് 17 പ്രിപ്പോസിഷൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത്രയല്ല, ഇതിൽ ഒരുപാടുണ്ട്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫൈനൽ വൺ ഇൻ ദിസ് ചാപ്റ്റർ, ഇറ്റ് ഈസ് വിതൗട്ട്. ഇല്ലാതെ, കൂടാതെ എന്നർത്ഥമാണ് വിത്തൗട്ടിന് ലഭിക്കുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് ചെക്ക് ദ എക്സാമ്പിൾസ്. വിതൗട്ട് പെർമിഷൻ ഇല്ലാതെ. വിതൗട്ട് പേന ഇല്ലാതെ. നീ എന്തിനാ പേന ഇല്ലാതെ വന്ന്? വിതൗട്ട് ലൈറ്റ്, പ്രകാശമില്ലാതെ. വിതൗട്ട് ഫിയർ, ഒരു പേടിയുമില്ലാതെ. വിതൗട്ട് അംബ്രല്ല, കുടയില്ലാതെയാണ് ഞാൻ സ്കൂളിലേക്ക് വന്നത്. സോ ഇവിടെ ഇല്ലാതെ, കൂടാതെ എന്നൊക്കെ അർത്ഥം. വി ക്യാൻ യൂസ് ദ പ്രിപ്പോസിഷൻസ് ഇവിടെ. സോ യു ക്യാൻ ആൾസോ റൈറ്റ് ദ 5 എക്സാമ്പിൾ. അതിനുശേഷം സോ നിങ്ങൾ ഇനി വളരെ കെയർഫുൾ ആയിരിക്കുക. ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം മുതൽ
നമ്മൾ അതിൻ്റെ ഫ്രം ദ ഫസ്റ്റ് പ്രിപ്പോസിഷൻസ് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് ടു, ദെൻ അവിടുന്ന് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫ്രം പഠിച്ചു, ദ നെക്സ്റ്റ് വൺ ഇൻ പഠിച്ചു, ദ നെക്സ്റ്റ് വൺ അറ്റ്, ദെൻ ആൾസോ ഓൺ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫോർ, ദെൻ എബൌട്ട്, ദെൻ എഗെയിൻസ്റ്റ്, പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വിത്ത്, ആൻഡ് ദർ ഇസ് എ ടു മീനിങ് ഫോർ ദ വിത്ത്, then also between, and among, during, behind, after, before, and near. This one is near, and also without, this last one without. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പുസ്തകത്തിൽ ഇതേപോലെ ഉള്ള കോളംസ് ഉള്ള ഒരു പാർട്ട് കാണും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇൻ ദ ഫസ്റ്റ് കോളം യു ക്യാൻ റൈറ്റ് ദ പ്രിപ്പോസിഷൻ. ഫോർ എക്സാമ്പിൾ ടു. In this second one, lake, its meaning, right here the meaning, ഇതിൻ്റെ അർത്ഥം എഴുതുക. പിന്നീട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ടു സ്കൂൾ, സ്കൂളിലേക്ക്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇതേപോലെ നിങ്ങൾ 17 പ്രിപ്പോസിഷൻസ് ചെയ്ത ടോട്ടലി ഇത് 18 കോളംസ് ഉണ്ടാകും. പക്ഷെ അതിൽ നമ്മൾ വിത്തിന് ആക്ച്വലി 2 മീനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിത്ത് 2 ആയിട്ട് തന്നെ എഴുതുക. ഒന്ന് കൊണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ മറ്റത് കൂടെ എന്നർത്ഥം വരുന്നത്. സോ ഇനി നിങ്ങൾക്കത് കഴിഞ്ഞാൽ ഇവിടെ യു ക്യാൻ സീ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പഠിച്ച ഒരുപാട് പ്രിപ്പോസിഷൻസ്, ആ പ്രിപ്പോസിഷൻസ് ഒക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക അതിൻ്റെ വേർഡുകളോടുകൂടെ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ എബൌട്ട് നമ്മൾ പഠിച്ചതാണ്. എബൌട്ട് കുറിച്ച്, ദ എബൌട്ട് ഓൾഡ് സ്റ്റോറീസ്, പഴയ കഥകളെക്കുറിച്ച്. അതേപോലെ ഒരുപാട് പ്രിപ്പോസിഷൻസ് ഇവിടെ നമ്മൾ ഈ സ്റ്റോറീസിലുണ്ട്. ആ സ്റ്റോറിയിൽ അണ്ടർലൈൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ആൾസോ ഹിയർ സം ഇംഗ്ലീഷ് വേർഡ്സ്. ഇംഗ്ലീഷ് വേർഡ്സ്, ഈ ഇംഗ്ലീഷ് വേർഡ്സുകൾ നിങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ നേരെ നിങ്ങൾക്ക് എഴുതാം ഇൻ ഗാർഡൻ, പൂന്തോട്ടത്തിൽ. സോ നിങ്ങൾക്ക് അവിടെ അങ്ങനെ എഴുതാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് സീ ദ ഇംഗ്ലീഷ്, മലയാളം. ആ മലയാളം നിങ്ങൾക്ക് എന്താവുന്നതാണ്, യു ക്യാൻ ആൾസോ ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉറച്ചു നിൽക്കും. വിതൗട്ട് എനി കൺഫ്യൂഷൻ യു ക്യാൻ ലേൺ ദ പ്രിപ്പോസിഷൻ. താങ്ക് യു.